മഗല്ലൻ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് വീണ്ടും മഗല്ലനെ കുറിച്ച് നമ്മൾ ഒരിക്കലും കേൾക്കില്ല എന്ന് വിചാരിച്ചു, ഇനി ഒരിക്കലും കേൾക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പൊ വീണ്ടും അത് സിനിമയായി വന്നിരിക്കുന്നു. സത്യവന്തായി പറയണല്ലോ, ഞാൻ അതിനിടയ്ക്ക് വീണ്ടും മഗല്ലനെ കുറിച്ച് വായിക്കേണ്ട ഒരു സാഹചര്യം പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പോൾ വീണ്ടും വരുന്നു. അപ്പോൾ സനീഷിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടല്ലോ. എന്താണ്? എനിക്ക് മഗല്ലനെ കുറിച്ച് എല്ലാം അറിയാം. ഇതിപ്പോൾ സിനിമയാണ് എന്നുള്ളൊരു സന്തോഷമാണല്ലോ നമുക്കുള്ളത്. പിന്നെ ഈ മഗല്ലനും കൊളംബസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചതാണ്. ഇവരാണ് യാത്രക്കാർ, ഈ ലോകത്തെ കണ്ടെത്തിയ ആളുകളാണ് ഇവരൊക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ സിനിമയെ പറ്റി ട്രെയിലർ, അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. അല്ല അത് ആ കാര്യത്തിലേക്ക് കൂടെ പോയാൽ നമ്മൾ പിന്നെ സമയം കടന്നു പോകും. അതുകൊണ്ട് ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മഗല്ലൻ യാത്ര നടത്തുന്ന കാലത്ത് 1500-കളിലാണ്. ഇപ്പം നമ്മൾ നോക്കും യാത്ര നടത്തുക വെച്ചാൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ പോലും ആളുകൾ വലിയ അത്ഭുതത്തോടെയാണ് ലോകത്തോരോ സ്ഥലത്തും പോയിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിടുന്നത്. അപ്പം മഗല്ലൻ ആ കാലത്ത് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് യാത്ര അധികാരത്തിനും രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാലും നാളെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എത്ര ദിവസം ജീവിക്കാൻ പറ്റും, കടലിൽ മുങ്ങിപ്പോകുമെന്നറിയാതെ യാത്ര പുറപ്പെട്ടത് കൊണ്ടാണ് ലോകം ആകപ്പാടെ കണ്ടിട്ടില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇതിനൊരു തുടക്കം ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ഇത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മളിപ്പോൾ ഹർഷനിപ്പോൾ സൂചിപ്പിച്ച ആ പൊളിറ്റിക്സ് കൂടെ അതിനകത്തുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നതാണ്. കാരണം ചെല്ലുന്ന എന്തിനാണ്, പവറിന് വേണ്ടിയിട്ടാണ് എന്നതിനകത്ത് പറയുന്നുണ്ട്. ചെന്ന് പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്ര അവിടുത്തെ പ്രദേശവാസികളാണ് കൊന്നു തീർത്തിരിക്കുന്നത് എന്ന സൂചന നൽകുന്ന ദൃശ്യങ്ങളും സംഭാഷണ ശകലങ്ങളും ആ ട്രെയിലറിലുണ്ട്. അപ്പോൾ ആ നിലക്ക് യാത്രകൾ തുടങ്ങി മനുഷ്യർ ലോകയാത്ര തുടങ്ങിയിട്ടില്ലാത്ത കാലത്തിലെ അത് തുടങ്ങുന്നതിൻ്റെ വൈഷമ്യങ്ങളെക്കുറിച്ച് മെഗാ ആയിട്ട് കാണിക്കുക മാത്രമായിരിക്കില്ല. അത്തരം യാത്രകൾ അധിനിവേശങ്ങളായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നും ചെന്ന് എത്തുന്ന സ്ഥലങ്ങളിലെ മനുഷ്യരെ കൊന്നു തീർക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അധിനിവേശ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പൊളിറ്റിക്സ് പറയുന്നൊരു സംഗതിയായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാനിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ ഏതാണ്ടൊരു റിവ്യൂകളൊക്കെ അങ്ങനെയാണ് എന്നാണ് കണ്ടത്. ഏതായാലും നമുക്ക് കാണേണ്ട ഒരു സിനിമയാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായും എനിക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അതായത് ചെന്ന് എത്തുന്ന ഇടത്തെല്ലാം ഇങ്ങനെ ആള് കൊന്നു തീർത്ത് മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ്. അതെല്ലാം പിടിച്ചെടുക്കുക, മനുഷ്യ ചരിത്രം തന്നെ അതാണല്ലോ. തീർച്ചയായും ഇപ്പം മഗല്ലനെ കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും നമ്മൾ പല കാലത്തായി നടത്തിയ പല ചരിത്ര വായനകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് മഗല്ലനും ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ആളുകളെ അങ്ങനെ കൊന്നു മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും കൗതുകരമായ ഒരു ഫിലിപ്പിനോ സംവിധായകനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകം. കാരണം ഫിലിപ്പൈൻസിൽ വെച്ചാണ് മഗല്ലൻ കൊല്ലപ്പെടുന്നത്. അവിടെ ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടലിലാണ് ഈ വിഷം കൊണ്ടുള്ള അമ്പ് കഴുത്തിലേറ്റ് മഗല്ലൻ കൊല്ലപ്പെടുന്നത്.